ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്റെ സുഹൃത്തും ക്ലാസ്മേറ്റും കൂടിയായ പ്രിയപ്പെട്ട ജോണിന്റെ പൗരോഹിത്യ ദീക്ഷാ ചടങ്ങാണിന്ന്. ഈ ഒരു വീഡിയോ കാണുന്ന പലരെയും പോലെ ഞങ്ങളും ആദ്യമായിട്ടാണ് ഒരു പൗരോഹിത്യം സ്വീകരിക്കുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നത്. പ്രാർത്ഥനകളുടെ നിശബ്ദതയിലും മണിച്ചെണ്ടയുടെ നടനത്തിലും ജോണിന്റെ ജീവിതത്തിൽ ദൈവസേവനത്തിലേക്ക് കിടക്കുന്ന ആ തിളക്കമൊന്ന് കണ്ട് ഹൃദയം തന്നെ നിറഞ്ഞു. അവന്റെ കയ്യിൽ വെച്ച എണ്ണയുടെയും അവനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന കുടുംബത്തിന്റെ അഭിമാനം നിറഞ്ഞ മുഖങ്ങളുടെയും സുഹൃത്തുക്കളുടെ കയ്യടികൾക്കുമിടയിൽ ഇന്ന് ഞാൻ കണ്ടത് വെറുമൊരു ചടങ്ങ് മാത്രമല്ല, ഒരു വഴിത്തിരിവ്, പുതിയൊരു തുടക്കം. അവന്റെ ബാല്യ സ്വപ്നങ്ങൾ, പ്രാർത്ഥനകൾ, ലക്ഷ്യത്തിലേക്ക് വേണ്ടിയുള്ള ഒരു പതിറ്റാണ്ടിലേറെയായുള്ള കഠിന പ്രയത്നം എല്ലാം ചേർന്ന് ഒരു ദൈവിക പാതയിൽ ഇന്ന് സഞ്ചാരം തുടങ്ങുകയാണ്. ജോണിന്റെ ആദ്യത്തെ കുർബാന നടത്തിപ്പിനും സാക്ഷിയാകാൻ സാധിച്ചു. ശേഷം അതിഥികൾക്കായി ഒരുക്കിയ വിരുന്നിലെ ഭക്ഷണം ആവോളം കഴിച്ചു. ആ ഒരു സമയത്ത് ക്ലാസ്സിൽ പഠിച്ചതും ഇപ്പൊ കൊച്ചന്മാരായിട്ട് കൂത്താട്ടോളത്തും കുറവലങ്ങാട് സേവനമനുഷ്ഠിക്കുന്ന അച്ഛന്മാരോട് അല്പനേരം സംസാരിച്ചു നിന്നു. ഞങ്ങൾ പിന്നെ പഴയതും പുതിയതുമായ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളി നിന്നപ്പോ ദേ നമ്മുടെ അബ്രാവ് അച്ഛൻ ഞങ്ങളുടെ കൂടെ തന്നെ പഠിച്ചാണ്. അച്ഛനെ കണ്ട് മിണ്ടി നിന്നപ്പോഴാണ് നമ്മുടെ ജോബിച്ചൻ സാറിനെ കണ്ടത്. സാർ ഞങ്ങളുടെ +1 +2 ക്ലാസ് ടീച്ചർ ആയിരുന്നു. അതിനിടെ സാറിന്റെ ഒരു ചോദ്യം, ഇതിൽ ആരൊക്കെ 2 പേരായിരുന്നു. കുറച്ച് നാണത്തോടെ ആണെങ്കിൽ ഞാൻ പറഞ്ഞു, സാർ ഞങ്ങളിപ്പോ 3 പേരുണ്ടെന്ന്. ശേഷം ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു ഫോട്ടോ എടുത്ത് യാത്രയും പറഞ്ഞ് മടങ്ങി.